ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ച റാണി ജോൺ എന്ന സഹോദരിയുടെ കുടുംബം. ദിവ്യകാരുണ്യത്തോടുള്ള അതിയായ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിനുടമയാണ് റാണി ജോൺ എന്ന ഈ സഹോദരി. ബാല്യം മുതൽ ഇന്നോളം ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൽ വളരുവാനും ജീവിക്കുവാനും ഇവർക്ക് കഴിഞ്ഞു. ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കരുതെന്ന് ആവർത്തിച്ച് പറയുന്ന മാതാപിതാക്കളുടെ ദിവ്യകാരുണ്യ ഭക്തി കണ്ടാണ് ഞാനും എൻ്റെ സഹോദരിമാരും വളർന്നു വന്നത്. സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞ സമയത്ത് ഈശോ എന്നോട് പറയുന്നത് ഞാൻ കേട്ടു, കുഞ്ഞേ, ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്ന്. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കോൺവെൻറ്റിൽ പോകാനുള്ള ഒരു ഒരുക്കമായിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു സിസ്റ്ററായിട്ട് ദിവ്യകാരുണ്യ ഈശോയെ മഹത്വപ്പെടുത്തി വിഭജിക്കപ്പെടാത്ത സ്നേഹം ഈശോയ്ക്ക് നൽകി ജീവിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയും എൻ്റെ ആഗ്രഹം വീട്ടിൽ പറയുകയും ചെയ്തപ്പം എൻ്റെ മാതാപിതാക്കളും പറഞ്ഞത് ഇതാ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ദിവ്യകാരുണ്യ ഈശോയുടെ ഇഷ്ടവും അറിഞ്ഞിട്ട് തീരുമാനമെടുത്താൽ മതിയെന്ന്. ആ സമയങ്ങളിലെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു തീക്ഷ്ണത ദിവ്യകാരുണ്യ ഈശോ തന്നുകൊണ്ടിരുന്നു. കാരണം ദേവാലയത്തിൽ പോയാൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടും കുറേ സമയം അവിടെ ഇരുന്ന് ഈശോയെ നോക്കിയിരിക്കും. എൻ്റെ ഉള്ളത്തിലുള്ളതെല്ലാം ഈശോയോട് പറയും. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. വീട്ടിലെ ഒത്തിരി കാര്യങ്ങൾ, ചേച്ചിമാരുടെ വിവാഹവും മാതാപിതാക്കളുടെ രോഗാവസ്ഥകളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വലിയ ആശ്വാസവും ദിവ്യകാരുണ്യ ഈശോയുടെ ഇടപെടലും ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ചൊല്ലിപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഈശോയുടെ ഇടപെടൽ വഴിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയായി ഒത്തിരി കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ദൈവവിളിയും അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഞാൻ ഈശോൻ്റേതായിട്ട് തീരാൻ ആഗ്രഹിക്കുന്നേ, ഞാൻ പോകുക, എൻ്റെ കൂടെ ഈശോ വരണം. SSLC എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ ഞാൻ കോൺവെൻറ്റിൽ ചേർന്നു. സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന പേരുള്ള കോൺവെൻറ്റിൽ, ആലുവായിലെ ചുണങ്ങുംവേലിയിലുള്ള കോൺവെൻറ്റിലാണ് ഞാൻ ചേർന്നത്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഒത്തിരി പേരുണ്ട് അവിടെ സിസ്റ്ററാകാനായിട്ട് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നവർ. അവിടെ ഏറ്റവും ഇളയ വ്യക്തിയായിട്ട്, പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ആദ്യമായിട്ട് ആ കോൺവെൻറ്റിലേക്ക് ചെന്നപ്പം സിസ്റ്റേഴ്സ് കൂട്ടിക്കൊണ്ടു പോയത് ദേവാലയത്തിലേക്ക്, അവിടുത്തെ ചാപ്പലിലേക്കാണ്. അവിടെ മുട്ടുകുത്തി ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ച് എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ സിസ്റ്റേഴ്സ് പറഞ്ഞതുപോലെ ചെയ്തു. എല്ലാ പ്രഭാതത്തിലും ദിവ്യബലിക്ക് സിസ്റ്റേഴ്സ് കൊണ്ടുപോയിരുന്നു. എല്ലാ ദിവസവും കോൺവെൻറ്റിൽ കുർബാന ഉണ്ടായിരുന്നില്ല. ഇടവക ദേവാലയത്തിലും MCBS ജനറേറ്റിലുമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. ഒത്തിരി ഇഷ്ടമായി എനിക്ക് ആ കോൺവെൻറ്റ്. കാരണം ദിവ്യകാരുണ്യ ഈശോ, അൾത്താര, സക്രാരി, ഇതൊക്കെ അടുത്ത് ഇടപഴകാനും കാണാനും ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു എൻ്റെ കുറേ നാളത്തെ കൊതി തീരുവോളം ഈശോൻ്റെ അടുത്തിരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയത് ആദ്യമായിട്ട് ഹോളി സ്പിരിറ്റിൽ കോൺവെൻറ്റിലാണ്, ശാന്തിധാം കോൺവെൻറ്റിലാണ്. ഞങ്ങൾ ആദ്യമായി ചെന്ന കാലഘട്ടങ്ങളിലൊന്നും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കാനായിട്ട് ഞങ്ങൾക്ക് അനുവാദമില്ലായിരുന്നു. അതൊക്കെ സീനിയേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം ഞങ്ങളോടും കുർബാനയ്ക്ക് ഒരുക്കാനായിട്ട് കൂടാൻ പറഞ്ഞു. അപ്പോൾ സീനിയേഴ്സായിട്ടുള്ള ചേച്ചിമാർ കുർബാനയ്ക്ക് എങ്ങനെയാണ് ഒരുക്കണ്ടേ എന്നൊക്കെ കാണിച്ചു തരാൻ ആദ്യമായിട്ട് വന്ന ദിവസം എപ്പോഴും ഒരുപാട് അനുഗ്രഹദായകമായ നിമിഷങ്ങളായിട്ട് ഓർക്കാനാണ് എനിക്കിഷ്ടം. അന്ന്
കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അച്ഛന്മാർ കാപ്പ അണിയുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് അണിയുന്നേ അത് ഈശോയുടെ ഉടുപ്പാണ്. മാതാവ് തയ്യൽ കൂടാതെ നെയ്ത ഉടുപ്പില്ലേ, ആ ഉടുപ്പാണ് അച്ഛന്മാർ ഇടുന്നതെന്നൊക്കെ അമ്മ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് അടുത്തൊന്ന് തൊടാനും എടുക്കാനും ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആദ്യമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കാൻ കുർബാനയുടെ തലേ ദിവസം സാക്രിസ്റ്റിയിൽ പോയി കൈ കഴുകി ഓരോ കാര്യങ്ങളും ആയിട്ട് ഒരുക്കുന്നു. കാസ എടുക്കുന്നു, തുടയ്ക്കുന്നു, പീലാസ എടുക്കുന്നു. അത് ഏത് ക്രമത്തിലാണ് ഒരുക്കേണ്ടത് അതൊക്കെ വളരെ പ്രാർത്ഥനാപൂർവ്വം ഒരുക്കുന്നതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നപ്പം കണ്ണുനീരോട് കൂടിയാണ് ഞാനത് ആദ്യം ചെയ്തത്. കാരണം ഈശോയുടെ തിരുരക്തമെടുക്കുന്ന കാസ, തിരുശരീരം എടുക്കുന്ന പീലാസ, എനിക്കതൊന്ന് തൊടാൻ പോലും യോഗ്യതയില്ലല്ലോ കർത്താവേ, എന്നിട്ട് നീ എന്നെ വിളിച്ചല്ലോ എന്നുള്ള നന്ദിയോടെ ദിവികാരുണ്യ ഈശോയ്ക്ക് ആരാധന എന്ന് പറഞ്ഞ് ഒരു വിറയലോട് കൂടിയാണ് ഞാനതെല്ലാം ചെയ്തത്. ആദ്യമായിട്ട് വൈദികർ വെസ്റ്റ് ചെയ്യേണ്ട ആ ഉടുപ്പെല്ലാം കാപ്പയെല്ലാം ഒരുക്കി വെച്ചത് അത്രയ്ക്ക് ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയ എൻ്റെ ഈശോയ്ക്ക് ബലിക്ക് അണിയാനുള്ള ഈ തിരുവസ്ത്രം ഞാൻ എടുക്കാൻ പോലും യോഗ്യതയുള്ളവളല്ല എന്ന ബോധ്യത്തോടു കൂടെ ഞാനതെല്ലാം വന്ന് ആദ്യമായിട്ട് ഒരുക്കി വെച്ചത്. അതുപോലെ തന്നെ അൾത്താരയിൽ മെഴുകുതിരി കത്തിക്കാനായി അവിടെ നിൽക്കുക. വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ ആദ്യമൊക്കെ അത് ചെയ്തത്. അൾത്താരയിൽ പൂക്കൾ ഒരുക്കി വയ്ക്കുക വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. അൾത്താര ശുശ്രൂഷ ചെയ്യാനും ദേവാലയം അടിച്ചു തുടയ്ക്കാനും സക്രാരിയിലെ മാറാമ്പലൊക്കെ ചുക്കിലിയൊക്കെ തട്ടിയെടുക്കാനും പൊടി തുടയ്ക്കാനും ഒക്കെ വലിയ ഉത്സാഹമായിരുന്നു. വലിയ ദാഹമായിരുന്നു എനിക്ക്. വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നത് പോലുള്ളൊരു ദാഹമായിരുന്നു അതൊക്കെ ചെയ്യാനായിട്ട്. 1 മാസം വീതമാണ് ആ ഡ്യൂട്ടി കോൺവെൻറ്റിൽ കിട്ടുക. അത് മാറി മാറി വരും. നെക്സ്റ്റ് ഊഴം എത്താനായിട്ടുള്ള പ്രാർത്ഥന ആദ്യത്തെ പ്രാവശ്യം 1 മാസം അവസാനിക്കുന്ന അന്നു മുതൽ ഞാൻ തുടങ്ങുമായിരുന്നു. പിന്നീട് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, കൊച്ചു ത്യാഗങ്ങൾ, സഹനങ്ങൾ, സുഹൃത ജപങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ വിശുദ്ധ കുർബാന ഒരുക്കുന്നതിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഒരുക്കാനുള്ള ഒരു പ്രേരണയും കൃപയും ഈശോ ആ നാളുകളിൽ തന്നു. അന്ന് ഞാൻ പഠിച്ചു, അൾത്താര ഒരുക്കുന്നതും അടുക്കളയിൽ അൾത്താര ഒരുക്കുന്നതിന് തുല്യമായ മനോഭാവത്തോടെ ജോലി ചെയ്യുന്നതും ഈശോയ്ക്ക് ഒരുപോലെ ഇഷ്ടമാണെന്ന്. അന്നൊക്കെ ബാത്റൂമുകൾ ക്ലീൻ ചെയ്യുമ്പോഴും അൾത്താര ഒരുക്കുന്ന അനുഭവത്തോടെ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നുള്ളൊരു പ്രേരണ കിട്ടിക്കൊണ്ടിരുന്നു. ദിനവും ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയിലാണ് ഇവർ പ്രത്യാശ അർപ്പിച്ചിരുന്നത്. സങ്കടങ്ങളിൽ ഉത്തരം നൽകാൻ കഴിയുന്ന ദൈവം ദിവ്യകാരുണ്യമായി കാത്തിരിക്കുന്നു എന്ന ബോധ്യം ഈ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. തുടർന്ന് കോൺവെൻറ്റിൽ താമസിച്ചുകൊണ്ട് തന്നെ കോളേജ് പഠന കാലഘട്ടമായിരുന്നു. കോളേജ് പഠന കാലഘട്ടത്തിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതുമായ ഒത്തിരി സങ്കടങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ നേരിട്ട സമയങ്ങളായിരുന്നു. അതെല്ലാം ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ആ കോൺവെൻറ്റ് ചാപ്പലിൽ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ആലുവയിലാണ് ഞാൻ പഠിച്ചത്. അവിടെയുണ്ട് ഒരു പള്ളി. അവിടെ ദിവ്യകാരുണ്യ ഈശോയെ സന്ദർശിച്ചിട്ട് ആ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരുന്നേ. എൻ്റെ പഠനത്തിലും എൻ്റെ വേദനകളിലും എൻ്റെ നിസ്സഹായതകളിലും ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹവും സഹായവും വളരെയേറെ അനുഭവിച്ച നാളുകളായിരുന്നു. പലപ്പോഴും കോൺവെൻറ്റിലേക്കും കിലോമീറ്ററുകൾ ഞാൻ നടന്നു വരുമായിരുന്നു, ചെറിയൊരു ത്യാഗമായിട്ട്. ആ ത്യാഗമൊക്കെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കോൺവെൻറ്റിലെ കോളേജ് ലൈഫിന് ശേഷം നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ നേഴ്സിങ്ങിന് പഠനം നടന്നുകൊണ്ടിരുന്ന കാലത്തും എനിക്ക് ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ബലിയർപ്പിക്കാനും സാധിച്ചത് മറക്കാൻ പറ്റാത്ത എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്. ഈ നാളുകളിലെല്ലാം അനേകരെ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് നയിക്കാൻ, സ്നേഹത്തിലേക്ക് നയിക്കാൻ സാധിച്ചു എന്നതും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കാം.
ഏത് സങ്കടങ്ങളിലും ഉത്തരം നൽകാൻ കഴിയുന്നൊരു ദൈവം ദിവ്യകാരുണ്യമായിട്ട് നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം വിശുദ്ധ കുർബാനയിലേക്ക് ഓരോ ദിവസവും നടന്നെടുക്കുവാനും പ്രഭാത ബലിക്കായിട്ട് ഒരുങ്ങുവാനും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ബലിപീഠത്തിൽ സമർപ്പിക്കുവാനും ബലിപീഠം പണിത് ബലിയൊരുക്കുവാനുള്ള കൃപയിലേക്ക് വളരാനും ആ കാലഘട്ടങ്ങളെല്ലാം എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ നല്ല അമ്മ എന്ന പ്രോഗ്രാമിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ ആവർത്തിക്കുന്നില്ല. തുടർന്ന് കോൺവെൻറ്റ് ജീവിതമല്ല എനിക്ക് ഈശോ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് അസുഖങ്ങളിലൂടെയൊക്കെ നയിച്ചപ്പോൾ ദിവ്യകാരുണ്യ ഈശോയെ മുറുകെ പിടിച്ച് കരഞ്ഞ് നേരം വെളുപ്പിച്ച ദിവസങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ശരിക്കും ബലിയാകുന്നൊരു അനുഭവമായിരുന്നു കോൺവെൻറ്റ് ലൈഫ് വിട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് വരിക, മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നത്. അന്നൊക്കെ ദിവ്യകാരുണ്യ ഈശോ വിശുദ്ധ കുർബാന മധ്യേയും വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്തും എനിക്ക് തന്ന ശക്തി, എനിക്ക് പകർന്നു തന്ന ബോധ്യങ്ങളാണ് വിവാഹ ജീവിതത്തിലേക്ക് എന്നെ നയിച്ചത്. എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും എൻ്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനയും പ്രോത്സാഹനവും എല്ലാം ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹവുമായി ബന്ധിപ്പിച്ചപ്പോൾ അതിനുള്ള കരുത്ത്, പുതിയ ജീവിതത്തിനുള്ള കരുത്ത് എനിക്ക് കിട്ടുകയായിരുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ അനുഭവങ്ങളും അവരുടെ പ്രാർത്ഥനാ ജീവിതവും ദിവ്യകാരുണ്യ ഭക്തിയും എന്നെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ ഈശോയുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഒരു പരാജയമല്ലെന്നും വിജയത്തിലേക്ക് നയിക്കുന്നതാണെന്നും സങ്കടക്കടലുകൾക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ ഒരു തീരമൊരുക്കുവാൻ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സാധിക്കുമെന്നും ബലിയാകുന്ന കർത്താവ് പഠിപ്പിച്ച സമയങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആ കാലഘട്ടങ്ങളൊക്കെ. വിശുദ്ധമായ ജീവിതത്തിന്, സമർപ്പണ ജീവിതത്തിന് ആഗ്രഹിച്ച ഞാൻ ദൈവഹിതത്തിന് ശിരസ് നമിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞ് ഭവനത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ലഭിച്ചിട്ടുള്ള ബലിയർപ്പിക്കുന്ന മുറിയുന്ന അനുഭവങ്ങളും ഒരുപാടുണ്ട് എനിക്ക്. അന്നൊക്കെ സങ്കടക്കടലിൽ തന്നെയായിരുന്നു. പക്ഷേ ആ സങ്കടങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിച്ചാൽ ഞാൻ ഫ്രീ ആയി, സന്തോഷമായി. ആരെന്തൊക്കെ പറഞ്ഞാലും ദിവ്യകാരുണ്യ ഈശോയുടെ ഹിതം നിറവേറ്റാനാണല്ലോ ഞാൻ ജീവിക്കുന്നത് എന്ന ബോധ്യം എന്നെ വളരെയേറെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയം അതിനെന്നെ സഹായിച്ചിട്ടുമുണ്ട്. ഓരോ അനുഭവങ്ങൾ എടുത്തു പറഞ്ഞാൽ എണ്ണമില്ലാത്തതാ. എൻ്റെ അമ്മയുടെ പല അസുഖങ്ങളുടെ സമയത്തും എൻ്റെ അപ്പൻ തളർന്നു കിടന്ന സമയത്തുമൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് എവിടെയും തൊടാതെ കൂപ്പുകരങ്ങളോടെ വന്ന് അവർക്ക് സ്തുതി ചൊല്ലുന്നൊരു ശീലമുണ്ടായിരുന്നു. ദിവ്യകാരുണ്യ ഈശോയെ പകർന്നു കൊടുക്കുന്ന ശീലം അത് അവർക്കും വലിയൊരു ശക്തിയായിട്ടാണ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ദിവ്യകാരുണ്യ ഈശോ നേരിട്ട് ഇടപെട്ട് എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അസുഖങ്ങൾ മാറ്റിക്കൊടുത്തത്, സൗഖ്യം കൊടുത്തതൊക്കെ വലിയ അനുഭവമായിട്ട് ദിവ്യകാരുണ്യ ഈശോയുടെ മഹത്വത്തിനായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ അപ്പൻ്റെ മരണശേഷം വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ ജപമാലയിലും ആശ്രയിച്ചു പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയുടെ നിർബന്ധവും അനേകരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും വഴിയായിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത്. ദിവ്യകാരുണ്യ ഭക്തനായൊരു വ്യക്തിയെയാണ് ഈശോ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് നൽകിയത്. ഞങ്ങളുടെ വിവാഹശേഷം എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. കാരണം ഞങ്ങളുടെ ഇടവക പള്ളി കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേർഡ് ചർച്ചിൽ 92 കാലഘട്ടങ്ങളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ദിവ്യകാരുണ്യ ഈശോയെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കും. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ വിശുദ്ധ ബലിയുടെ കാസറ്റ് വെച്ച് ടൈപ്പ് റെക്കോർഡറിൽ വെച്ച് കാസറ്റിലെ കുർബാന കേൾക്കും, പങ്കെടുക്കും. അരൂപിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കും. അങ്ങനെയുള്ള ഒരു ശീലമായി. അതും വലിയ അനുഭവമായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളിലും ശനിയാഴ്ചയും പോകുമ്പോൾ വലിയ ആഗ്രഹം ആ ഒരു ദിവസം എത്തിക്കിട്ടാനായിട്ട്. എനിക്ക് എൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഈശോ സമ്മാനിച്ച ഒരു കാര്യമുണ്ട്. എനിക്ക് തന്ന ശ്വാസമുട്ടലിൻ്റെ അസുഖം. ആദ്യമൊക്കെ ഭയപ്പെട്ടു പോയ ഞാൻ ശ്വാസമുട്ടൽ
വളരെ ഗൗരവമായ രീതിയിലൊക്കെ കഠിനമായ രീതിയിലൊക്കെ ഉണ്ടാകുമ്പോൾ സക്രാരിയിലിരിക്കുന്ന ഈശോയെ ഓർത്ത് ശ്വാസം വലിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും തന്നെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആവുമ്പോഴും ഞാൻ പറയും, ഈശോയെ കിട്ടുന്ന ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ആശുപത്രികളിൽ എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന്. മിക്കവാറും തന്നെ അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ ജീവൻ പോയി, മരണം സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ പോലും അസുഖമുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയും ഉള്ളത്തിൽ സ്വീകരിച്ച് അത് മനസ്സിൽ പ്രാർത്ഥിച്ച് അരൂപിയിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ കഴിച്ച മരുന്നുകൾക്ക് ഫലം കിട്ടുവാനും ഒരുപാട് രോഗാവസ്ഥയിൽ സങ്കടപ്പെടാതെ പിടിച്ചു നിൽക്കുവാനും അനേകരുടെ കുറ്റം പറച്ചിലുകൾക്ക് മുൻപിൽ ദിവ്യകാരുണ്യമായി തീരുവാനൊക്കെ എനിക്ക് ശക്തി തന്നത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലും തുടർന്ന് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷമുള്ള വർഷങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം പരിശുദ്ധ ജപമാലയിലും ദിവ്യകാരുണ്യത്തിലും അധിഷ്ഠിതമായി ജീവിക്കുവാനും സഹനങ്ങളും സങ്കടങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വയ്ക്കുവാനുമുള്ള ഒരു കൃപ അന്ന് ഈശോ തന്നുകൊണ്ടിരുന്നു. തുടർന്ന് 1996 നവംബർ 2-ാം തീയതി, 2-ാം തീയതിക്ക് മുൻപ് ഒക്ടോബർ മാസം 8-ാം തീയതി മുതൽ ഈശോ ഒരു പ്രത്യേക ആത്മീയ അനുഭവങ്ങളിലൂടെ നയിച്ച് 2-ാം തീയതി വേളാങ്കണ്ണിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലും ജപമാല സ്വീകരണവും ഇതെല്ലാം കഴിഞ്ഞ് ഭവനത്തിലെത്തി പിറ്റേന്നാൾ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാനയോട് കൂടെ തുടങ്ങുന്ന ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഈ 2019 ഇന്ന് വരെയുള്ള ജീവിത അനുഭവങ്ങൾ. ഈ കഞ്ചിക്കോട് ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടം മുതൽ പരിശുദ്ധ കുർബാനയുടെ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടന്നപ്പോൾ ഇതെല്ലാം എന്തിന് എന്ന ചോദ്യവുമായി എൻ്റെ ചുറ്റും ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. അനേകരുടെ ചോദ്യശരങ്ങൾക്ക് മുൻപിൽ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് അടിപതരാതെ ദിവ്യകാരുണ്യമായി മാറാനുള്ള അനുഭവങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ ഈശോ എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 പ്രാവശ്യം ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് എൻ്റെ നാവിൽ തുടിച്ചപ്പോൾ അതിനെക്കുറിച്ച് അനുകൂലമായും പ്രതികൂലമായും ഉണ്ടായ അനുഭവങ്ങളെ ധൈര്യത്തോടുകൂടെ നേരിടാനും പരാതി പറയാതെ അത് ദിവ്യകാരുണ്യ സ്നേഹത്തിലേക്ക് ലയിപ്പിക്കുവാനും എനിക്ക് സാധിച്ചത് ജീവിക്കുന്ന ദൈവമായ ദിവ്യകാരുണ്യ ഈശോയുടെ അനന്തമായ സ്നേഹവും ഇടപെടലുമാണെന്ന് ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്തിനുണ്ടായി എന്നുള്ള ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ പറയാനൊന്നും എനിക്കില്ല. എനിക്ക് ലഭിക്കുന്ന ഉത്തരം ഒന്ന് മാത്രമാണ്: അത്ഭുതങ്ങൾ മനുഷ്യനെ അനുഭവത്തിലേക്ക് നയിക്കുകയും ആത്മീയമായി വളർത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ അത്ഭുതങ്ങൾക്ക് അർത്ഥമില്ല. ദിവ്യകാരുണ്യ ഈശോ ഇന്നും ജീവിക്കുന്നവനായി ഓരോ ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും വരുന്നുണ്ടെന്നുള്ള ബോധ്യം കാലാകാലങ്ങളിൽ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈശോ പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ, അടയാളങ്ങൾ അനുഗ്രഹങ്ങളായി സ്വീകരിക്കുവാൻ ഈശോ ഒരുക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുത അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം 1997 ഒക്ടോബർ 26-നും 97 നവംബർ 2-നും 98 ഫെബ്രുവരി 12-നും ഈശോയുടെ രൂപാന്തരീകരണം സംഭവിച്ച ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ തന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ ജീവിക്കുന്ന സ്പന്ദനമുള്ള ഹൃദയം തന്നെയാണ് ദിവ്യകാരുണ്യത്തിലൂടെ സ്വീകരിക്കുന്നത് എന്നുള്ള അനുഭവം ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല,
ഞാൻ ഇപ്പോഴും പലയിടങ്ങളിലും പല വൈദികരെയും കാണുമ്പോൾ അവർ പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾ അന്ന് ആ ദിവ്യകാരുണ്യ അത്ഭുതം കണ്ടവരാണ് കേട്ടോ. അതുവരെ വിശുദ്ധ കുർബാനയിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചിയുടെ നാവിൽ ദിവ്യകാരുണ്യ ഈശോ ജീവിക്കുന്നവനായി തുടിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉൾവിളി ലഭിച്ചു, ഒരു വൈദികനാകണമെന്ന്. അങ്ങനെ വൈദികനായ വ്യക്തിയാണ് ഞാൻ ഒരിക്കലും അവരെ കണ്ടിട്ടുമില്ല, നേരിട്ട് ഒരു പരിചയമില്ലാത്ത എത്രയോ മക്കളാ വൈദികരായത്. 21 വർഷം പിന്നിടുമ്പോൾ വൈദികരായ മക്കളൊക്കെ അവിടെ ഇവിടെ വെച്ചൊക്കെ കാണുകയും ഇവിടെ വരികയും ബലിയർപ്പണത്തിന് വരികയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമുണ്ടല്ലോ, അതാണ് അത്ഭുതങ്ങളുടെ അനുഭവമായും ഫലമായും ഏറ്റുപറയാൻ എനിക്കുള്ള ഉത്തരം. ദിവ്യകാരുണ്യനാഥൻ കടന്നു വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ട നിരവധി അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. ഈശോ ഇന്നും ദിവ്യകാരുണ്യമായി ജീവിക്കുന്നവനാണെന്ന് ഇത്തരം അനുഭവങ്ങളിലൂടെ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഒരിക്കലും അമ്മയിൽ ഒതുങ്ങി നിന്നില്ല. ഞാൻ ഓർക്കുന്നു, പലപ്പോഴും രോഗിയായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കാതെ ഞാൻ വീട്ടിൽ കിടന്നിട്ടുണ്ട്. ദിവ്യകാരുണ്യം ബലിയർപ്പണം ഇടവക പള്ളിയിൽ ഉള്ളപ്പോഴും ചില ദിവസങ്ങളിൽ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത രോഗാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രോഗാവസ്ഥയിൽ ഈശോ എൻ്റെ അരികിൽ വന്ന് ദിവ്യകാരുണ്യനാഥനായിട്ട് അവിടുത്തെ സ്വീകരിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥനയുടെ സമയത്തും രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലും ഈശോ തന്നെ ദിവ്യകാരുണ്യം തന്ന അനുഭവങ്ങൾ, കൂടാതെ ഇടവക വൈദികരിലൂടെ വികാരിമാരിലൂടെ ഈശോ ദിവ്യകാരുണ്യം മുടങ്ങാതെ എനിക്ക് നൽകാനായിട്ട് ഈശോയ്ക്ക് വലിയൊരു കരുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് ദിവ്യകാരുണ്യ സ്നേഹത്തിൽ നിലനിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ സമയം ഞാനൊരു കാര്യം ഓർക്കുന്നു. ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു ദിവസം ഞാൻ ഇടവക ദേവാലയത്തിൽ ദിവ്യകാരുണ്യ അർപ്പിക്കാനായി പോയിട്ട് വിശുദ്ധ ബലിക്കായിട്ട് പോയി കുർബാന കഴിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നെ പുറകിൽ നിന്ന് തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, റാണി ഒന്ന് പുറത്തേക്ക് വരാമോ? ഞാൻ പുറത്തേക്ക് ചെന്നപ്പോൾ ആ സിസ്റ്റർ സങ്കടത്തോടെ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്റർ ഒത്തിരി നാളായി രോഗിയായി കിടപ്പിലാണ്. ഞങ്ങൾ ലിക്വിഡായിട്ടുള്ള ഫുഡാണ് സിസ്റ്ററിന് കൊടുക്കുന്നത്, മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട്. തീരെ വാ തുറക്കുന്നില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോലും. അതുകൊണ്ട് കുർബാനയ്ക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ. ഒന്നിനും സിസ്റ്റർ പ്രതികരിക്കുന്നില്ല, രോഗശയ്യയിലാണ്. റാണി ഒന്ന് വന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആത്മീയ പിതാവിനോടും കൂടെ ആലോചന ചോദിച്ച് വേണ്ടത് ചെയ്യാം. ഞാൻ വരാനായിട്ട് ഈശോ പറയുകയാണെങ്കിൽ ഞാൻ സിസ്റ്ററിനെ അറിയിക്കാട്ടോ എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വാങ്ങി. വിശുദ്ധ കുർബാനയിൽ ഒരാഴ്ചയോളം ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ആത്മീയ പിതാവിനോട് ഇക്കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞു, നമുക്ക് അവിടം വരെ പോകാം, സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ഞാനും 2 സഹോദരങ്ങളും ഒരു സഹോദരിയും കൂടെ എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ആത്മീയ പിതാവിൻ്റെ കൂടെ ആ കോൺവെൻറ്റിലെത്തി. അവിടെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധന അർപ്പിച്ചുകൊണ്ട് ചാപ്പലിൽ പ്രാർത്ഥിച്ചതിന് ശേഷം സിസ്റ്ററിനെ കാണാനായിട്ട്, രോഗശയ്യയിലായിരുന്ന സിസ്റ്ററിനെ കാണാൻ പോയി. സിസ്റ്റർ ആര് തൊട്ട് വിളിച്ചാൽ പോലും ഒന്നും അനങ്ങുന്നില്ല, ഒരു റെസ്പോൺസും ഇല്ലാതെ കിടക്കുക. കുറേ സമയം സിസ്റ്ററിന് വേണ്ടി അവിടെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോ മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അത് ചെവിയിൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. കുറേ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന പ്രചോദനങ്ങളും അനുദപിക്കേണ്ട മേഖലകളും സമർപ്പിക്കേണ്ട കാര്യങ്ങളും ദിവ്യകാരുണ്യ ഈശോ മനസ്സിലാക്കി തന്നതെല്ലാം സിസ്റ്ററിൻ്റെ ഒരു ചെവിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ സിസ്റ്ററിനെ കുമ്പസാരിപ്പിക്കുന്ന അരൂപിയിൽ കുമ്പസാരിപ്പിച്ച് സിസ്റ്ററിന് അടക്കപ്പൊറുതി കൊടുത്ത് എന്നാണല്ലോ നമ്മളതിനെ പറയുക. അങ്ങനെ അടക്കപ്പൊറുതി കൊടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം വിശുദ്ധ ബലി അർപ്പിക്കാനുള്ള പ്രചോദനം കിട്ടി.
വിശുദ്ധ കുർബാനയർപ്പിച്ച് ഈശോയുടെ അവിടെയുള്ള ബഹുമാനപ്പെട്ട എല്ലാ സിസ്റ്റേഴ്സും ഞങ്ങൾ പോയ എല്ലാവരും ഒരുമിച്ച് ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹത്തോടെ അങ്ങയുടെ സമർപ്പിതയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണുനീരോടെ ഉറക്കം നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുർബാന സ്വീകരണ സമയമായപ്പോൾ സിസ്റ്ററിൻ്റെ അരികിലേക്ക് ബഹുമാനപ്പെട്ട വൈദികൻ വിശുദ്ധ കുർബാനയുമായി വരികയും ഞങ്ങൾ സിസ്റ്ററിന് ചുറ്റും മുട്ടുകുത്തിക്കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ, അത്ഭുതങ്ങളുടെ ഉറവിടമേ, അനന്ത സ്നേഹമേ, അങ്ങയുടെ സമർപ്പിതാത്മാക്കളോടുള്ള അവിടുത്തെ കാരുണ്യത്തെ ഈ നിമിഷത്തിൽ അനുസ്മരിക്കണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദിവ്യകാരുണ്യ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയെയും കൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ സിസ്റ്ററിൻ്റെ അധരത്തിൽ, ചുണ്ടിൽ തൊട്ടു. ദിവ്യകാരുണ്യ ഈശോയുടെ തിരുശരീരം തൊട്ട സമയത്ത് അവിടെയുള്ള എല്ലാവരും ഉറക്കെ കരഞ്ഞ് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നന്ദി പറയുന്ന വിധത്തിൽ ആ സിസ്റ്റർ വാ തുറന്നു, അധരം തുറന്നു, നാവിൽ ദിവ്യകാരുണ്യം വെച്ചു കൊടുത്തു, തിരുരക്തം അല്പം ഒഴിച്ചു കൊടുത്തു. സിസ്റ്റർ അത് സുബോധത്തോടെ എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ തന്നെ കൺസ്യൂം ചെയ്തു. ഈശോയെ ഇറക്കി. ഞങ്ങളെല്ലാവരും കണ്ണുനീരോടെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു, ബലി അവസാനിപ്പിച്ചു, പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. തുടർന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി സിസ്റ്റർ അധികം വൈകാതെയുള്ള ദിവസങ്ങളിൽ മരിച്ചു. പക്ഷേ മരണം വരെയും ദിവ്യകാരുണ്യം സ്വീകരിച്ചുവെന്ന്. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെയുള്ള അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. എൻ്റെ മഹത്വമോ പ്രാർത്ഥനയോ വിശുദ്ധിയോ ഒന്നുകൊണ്ടുമല്ല, ദിവ്യകാരുണ്യ ഈശോ സ്നേഹമുള്ള ദൈവമാണെന്നും മനുഷ്യന് വേണ്ടിയാണ് ഈശോ ദിവ്യകാരുണ്യമായി തീർന്നതെന്നും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് വസിക്കാൻ മറ്റൊരു ഇടമില്ലാത്തത് കൊണ്ടല്ല മനുഷ്യരുടെ ഹൃദയം ദൈവം തിരഞ്ഞെടുക്കുന്നതെന്നും ബോധ്യപ്പെടുത്തുന്ന അനേക അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും മരണാസന്നരായ രോഗികൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിക്കാതെ കിടന്നിട്ട് കുടുംബാംഗങ്ങൾ വന്ന് പറയുമ്പോൾ അവരോട് പറയും, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ല്, ബലിയർപ്പണം നടത്ത്. തുടർച്ചയായ ദിവസങ്ങളിൽ ആ രോഗികളുടെ പേര് പറഞ്ഞ് വിശുദ്ധ കുർബാന സമയം പ്രാർത്ഥിക്കുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിച്ച്, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മരിച്ച അനേകരുണ്ട്. എനിക്ക് കയ്യിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അത്രയ്ക്കും അധികം പേര് ഈ ശുശ്രൂഷ വഴിയായിട്ടെന്നല്ല, വിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ട് ഈശോയെ സ്വീകരിച്ച് അനുതപിച്ച് മരിച്ചവരുണ്ട്.